അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ 26-ാമത്തെ റമദാൻ ഹദീസ് പാഠത്തിലാണ് നാം ഉള്ളത്. ആദ്യമായി നമുക്ക് ഇന്നത്തെ ഹദീസ് നോക്കാം. عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله تعالى عنهما عن النبي صلى الله عليه وسلم قال إن الله عز وجل يقبل توبة العبد ما لم يغرغر. റവാഹുൽ ഇമാം അത്തുർമുദി റഹ്മഹുല്ല. ഹദീസിൻ്റെ അർത്ഥം നോക്കാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല, യഖ്ബലു തൗബത്തൽ അബ്ദി, ഒരടിമയുടെ തൗബ, അവൻ്റെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ്, മാലം യുഗർഗിർ, അവന് ഗർഗറ ശബ്ദം വരുന്നത് വരെ, അഥവാ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അവൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതാണ് എന്നാണ്. ഇമാം തുർമുദി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇനി അതിൻ്റെ വിശദീകരണം നോക്കാം. ആദ്യമായി നമുക്ക് തുർമുദിയുടെ ശർഹായ തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഇമാം മുബാറക് ഫൂരി റഹ്മഹുല്ല പറയുന്നതായിട്ട് നോക്കാം. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു തആല അടിമയുടെ തൗബ, അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും എന്ന് പറഞ്ഞത് ലോഹിർഹു അൽ ഇത്ലാഖ്, അഥവാ ഒരടിമയുടെ നിരുപാധികം അവൻ്റെ എല്ലാ പശ്ചാത്താപങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ പ്രകടമായ സ്വരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർ, ഹനഫികളായുള്ള ചില പണ്ഡിതന്മാർ, അത് കുഫാറുകളുടെ തൗബയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് പ്രത്യേകമായി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇമാം മുബാറക് ഫൂരി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഖുൽതു അല്ലാഹിറുൽ മുഅവ്വൽ, ഈ ഹദീസിൽ നിന്നും പ്രകടമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലൈഹി ഹുൽ അവ്വൽ, അഥവാ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് നിരുപാധികം ഏതൊരു അടിമയുടെയും തൗബ, അവരുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മരണം എത്തുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന എല്ലാ പശ്ചാത്താപങ്ങളും അല്ലാഹു സ്വീകരിക്കും എന്ന് തന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഹദീസിനെ നാം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ അതിൻ്റെ ശേഷം പറഞ്ഞു, മാലം യുഗർഗിർ, അഥവാ ഗർഗറ ശബ്ദം വരുന്നത് വരെ. മിനൽ ഗർഗറത്തി ഐ മാലം തബ്ലുഗുർ റൂഹ് ഇലൽ ഹുൽക്കും, അഥവാ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ അടിമ ചെയ്യുന്ന പശ്ചാത്താപം, അവൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. യഅനി മാലം യതയഖൻ ബിൽ മൗത്ത്, ഞാൻ ഇനി മരിക്കാൻ പോവുകയാണ് എന്നെനിക്ക് പരിപൂർണമായും ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന തൗബ അല്ലാഹു അത് സ്വീകരിച്ചു കൊള്ളണം എന്നില്ല. കാരണം ഫഇന്ന തൗബ ബഅദ തയഖുനി ബിൽ മൗത്ത് ലം യുഅതദ ബിഹ, അഥവാ അത്തരത്തിലുള്ള തൗബ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെയുള്ള തൗബ അത് ഒരിക്കലും തന്നെ തൗബയായിട്ട് പരിഗണിക്കുകയില്ല എന്നതാണ്. ഫിർഔനെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഫിർഔനെ മുക്കി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ അലറി വിളിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തൗബ ചെയ്ത് ഫിർഔൻ മടങ്ങുന്നതും വിശുദ്ധ ഖുർആനിൽ കാണാമെന്നാൽ അത് തൗബയായി അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണിക്കുന്നില്ലെന്നും അതേ സ്വരത്തിൽ തന്നെ പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ പരാമർശിച്ചതുപോലെ മരണമാസന്നമാകുമ്പോൾ ചെയ്യുന്ന ആ ഒരു തൗബ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന അർത്ഥം വരുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 17-18 വചനങ്ങൾ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്, അഥവാ തൗബ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മേൽ ബാധ്യതയാക്കിയിട്ടുള്ള, അല്ലാഹു നിർവഹിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുള്ള തൗബ, ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ, അജ്ഞത നിമിത്തം ചെയ്തു പോകുന്ന തെറ്റുകൾ, അത്തരത്തിലുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല തൗബ ചെയ്തു തരാം എന്ന് ഏറ്റിട്ടുള്ളത്. ബിജഹാലത്തിൻ എന്ന് പറഞ്ഞാൽ അജ്ഞത മൂലം. യതൂബൂന മിൻ ഖരീബ്, തൊട്ടടുത്ത് തന്നെ അത് തെറ്റാണെന്ന് ബോധ്യമാവുകയും അതിൽ നിന്നും പശ്ചാത്താപ മനോഭാവത്തോടു കൂടി തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്ത ആളുകൾ, അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു പുറത്തു തരികയുള്ളൂ, അല്ലെങ്കിൽ പശ്ചാത്താപം ചെയ്തു തരികയുള്ളൂ എന്ന് ഏറ്റിട്ടുള്ളത് എന്നാണ്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു തൗബ ചെയ്ത് കൊടുക്കുന്നതാണ്. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനും യുക്തി സമ്പൂർണനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. സൂറത്തു നിസായിലെ 18-ാമത്തെ വചനം കൂടി നോക്കാം. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് പറയുകയാണ്, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗതു ഖാല ഇന്നി തുബ്തുൽ ആൻ, ജീവിതത്തിൽ തുടർച്ചയായി തെറ്റുകൾ ചെയ്യുകയും
അതിങ്ങനെ തുടർന്നു പോകുന്ന അവസാനം മരണം തൻ്റെ മുന്നിൽ ആസന്നമാകുമ്പോൾ ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു വർത്തമാനവും ദുഃഖവും ഒരിക്കലും തന്നെ തൗബയായിക്കൊണ്ട് പശ്ചാത്താപമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ഇല്ല. അത്തരക്കാർക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് തൗബയില്ല എന്നുള്ളതാണ്. അതേപോലെ വലല്ലദീന യമൂതൂന വഹും കുഫാറുകളായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിഷേധിച്ചുകൊണ്ട് വഫാത്താകുന്ന ആളുകൾക്കും മരിച്ചു പോകുന്ന ആളുകൾക്കും തൗബയില്ല എന്ന് സൂറത്തു നിസായിലെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൗബ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങൾ അത് തെറ്റാണ് എന്ന് ബോധ്യമായി അതിൽ നിന്നും പാടെ മാറി നിൽക്കാൻ തയ്യാറാവുകയും ചെയ്ത തെറ്റിൽ ഖേദം അനുഭവിക്കുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുമ്പോൾ അതങ്ങനെ അപ്രകാരം ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് തൗബ. അതല്ലാതെ മരണം വരെ പരിപൂർണമായും തിന്മയിൽ ആണ്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുകയും അങ്ങനെ അവസാനം മരിക്കാൻ നേരത്തെ ഞാനിതാ തൗബ ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്താൽ അതൊരിക്കലും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങൾ കൂടി ഫവായിദുകൾ കൂടി നമുക്ക് നോക്കാം. ആദ്യമായി وفي هذا الحديث أن الله سبحانه وتعالى يقبل توبة العبد وإن تأخرت. അഥവാ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു അടിമ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി, അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അത് തെറ്റാണെന്ന് ബോധ്യമാവുകയും അങ്ങനെ അവൻ്റെ മനസ്സിൽ ദുഃഖം അനുഭവിക്കുകയും അതിൽ നിന്നും പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങുകയും ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും. അതെത്ര വൈകിയാലും ശരി അള്ളാഹു അത് സ്വീകരിക്കും എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് എങ്കിലും ലാക്കിൻ അൽ മുബാദറത്തു ബിത്തൗബതി ഹിയൽ വാജിബ്. തൗബയിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക എന്നുള്ളത് അത് വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയാൽ അതിങ്ങനെ നീട്ടിവെക്കാതെ നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നിങ്ങനെ നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. അത് നമ്മുടെ മേൽ വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം ലിഅന്നൽ ഇൻസാന ലാ യദ്രി, ഒരു മനുഷ്യന് അവൻ്റെ മരണം എപ്പോഴാണ് എത്തുക എന്നവൻ അറിയുകയില്ല. ഫഖദ് യഫ്ജഅഹുൽ മൗത്ത്, ഏത് സമയത്തും മരണം അവനിലേക്ക് സന്നിഹിതമായേക്കാം. ഫയമൂത്തു ഖബ്ല അയ്യതൂബ, അപ്പോൾ ഒരു പക്ഷേ തൗബ ചെയ്യാൻ അവസരം ലഭിക്കാതവൻ മരണപ്പെട്ടു പോവുകയും ചെയ്തേക്കാം. അങ്ങനെ പിന്നെ നീട്ടിവെച്ച ആ ഒരു തൗബ ആ മരണത്തിൻ്റെ വേളയിൽ അവൻ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു സ്വീകരിക്കുകയും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൗബയിലേക്ക് മുന്നേറുക എന്നുള്ള സ്വഭാവം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ്. രണ്ടാമതായി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം ഫി ഹാദൽ ഹദീസ് ദലീലുൻ അലാ അന്ന അശ്ശംസ ഇദാ തലഅത് മിൻ മഗ്രിബിഹാ ഇൻതഹാ ഖബൂല തൗബ. അഥവാ സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഒരു മനുഷ്യന്റെ മരണം അവന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ തൗബ പിന്നെ അവനിൽ നിന്നും സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് ഇതേ രീതിയിലുള്ള മറ്റൊരു ഹദീസിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് അപ്രകാരം ഗുണപാഠമായി കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. മൂന്നാമതായി വഫിൽ ഹദീസി ബയാനു സഅതി റഹ്മത്തില്ലാഹി ബിഖൽഖി, തൻ്റെ സൃഷ്ടികളോടുള്ള തൻ്റെ അടിമകളോടുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശാല മനസ്കത ഈ ഒരു ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ തിന്മയാണെങ്കിലും അത് റബ്ബ് സുബ്ഹാനഹു തആല മാപ്പാക്കി തരുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യവും തൻ്റെ സൃഷ്ടികളോടുള്ള അനുകമ്പയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നാലാമതായി പണ്ഡിതന്മാർ പറയുന്നു ഫീഹിൽ ഹസ്സു അലൽ ഇസ്റാഇ ഇല തൗബ ഖബ്ല സക്കറാത്തിൽ മൗത്ത് അല്ലതി ലാ യദ്രിൽ ഇൻസാനു മതാ തഅതീഹി. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴാണ് മനുഷ്യന്റെ അരികിലേക്ക് മരണം വരിക എന്നവൻ അറിയുകയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് ഈ ഒരു ഹദീസ് നമ്മെ വിരൽ ചൂണ്ടുന്നുണ്ട്, അതിനുവേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വരുന്ന എത്ര നിസ്സാരമായ തെറ്റുകളാണെങ്കിലും അത് വലിയതായി കാണുകയും ആ തെറ്റ് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റുപറഞ്ഞ് ഇനി ആവർത്തിക്കാതിരിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് പരിപൂർണമായും അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മായ്ച്ചു കളയുവാൻ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.